കോൺഗ്രസിനേക്കാൾ എത്ര സത്യസന്ധമായിട്ടാണ് ഇപ്പോൾ BJP-ക്കാർ ഈ കാര്യങ്ങളോട് സമയം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാരണം കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്ന ഈ ഭരണത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെ, അഴിമതികൾക്കെതിരെ, ദൂർത്തിനെതിരെ, കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ഉയർത്തുന്നതിനേക്കാൾ ശക്തമായ മുദ്രാവാക്യം BJP ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ല, കേരളത്തിൽ ഇന്ന് ഒരിക്കലും താമര വിരിയരുതെന്ന് ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഇത്രയും കാലം. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ താമര വിരിയണം. അല്ല, തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന നേതാക്കന്മാർ, അത് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല. ഈ സ്വീകാര്യത അല്ലാത്തൊരു കൊണ്ടുചെല്ലുമ്പോഴാണ് ഈ ദിവസം തികയാതെ വരുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് KPCCയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ MJ ജോബാണ്. അദ്ദേഹം ഇന്ന് BJP-യിലേക്ക് ചേർന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് BJP-യിലേക്ക് ചേരാനുള്ള ഒരു പ്രചോദനമായതെന്ന്. ഞാനിപ്പോൾ BJP-യിലേക്ക് ചേരാൻ തീരുമാനിച്ചത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരായിട്ട് സത്യസന്ധമായ സമരം നടത്തുന്നത് BJP ആണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പല സ്ഥലങ്ങളിലും ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ആ അഡ്ജസ്റ്റ്മെൻറ്റിനോട് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മാത്രമല്ല, ഇപ്പം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോഴേ ഒരു കുടുംബാധിപത്യ അല്ലെങ്കിൽ കുടുംബവാഴ്ച, അതിനോട് കൂടുതലായിട്ടൊരു ഇത് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇതിനകത്ത് നിന്നത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി നിൽക്കുകയും കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിന് സന്ധിയില്ലാതെ സമരം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുമെന്നറിയത്തില്ല. അവിടെ ഞാൻ താമസിക്കുന്ന നാട്ടിൽ തോട്ടപ്പള്ളിയിൽ, അമ്പലപ്പുഴയിലെ തോട്ടപ്പള്ളിയിൽ 10,000 കോടി രൂപയുടെ കരിമണ്ണാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്. പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. ചിലരൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം വീട്ടുമുറ്റത്ത് ഇത് നടക്കുമ്പോൾ അതിനെതിരായിട്ട്, ഈ മത്സ്യത്തൊഴിലാളി അനുഭവിക്കുന്ന ഈ ദുരിതത്തിനെതിരായിട്ട്, കടലേറ്റത്തിനെതിരായിട്ട്, തീരശോഷണത്തിനെതിരായിട്ട് അവിടെ 2-3 വർഷക്കാലമായി പന്തൽ കെട്ടി കടപ്പുറത്ത് വെയിലും മഴയും കാറ്റും സഹിച്ച് അവിടെ കിടന്ന് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ തിരിഞ്ഞു നോക്കാൻ പോലും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. അവിടെ സമരം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും, മുഴുവൻ നേതാക്കന്മാരും അവിടെ വന്ന് സമരം ചെയ്തിട്ടുണ്ട് ഈ കൊള്ളയ്ക്കെതിരെ. അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 5 വർഷം പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കോൺഗ്രസും ഐക്യ ജനാധിപത്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യണം, അതിനുള്ള പിന്തുണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുമാന്യനായ G. സുധാകരൻ ഉന്നപ്പുറയിൽ ജനിച്ച് വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും കാലത്തെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരാളെന്നുള്ള നിലയിൽ, പീഡനങ്ങൾ സഹിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. ആ വിയോജിപ്പ് കൊണ്ടാണെന്ന് BJP-യിലേക്ക് ചേരണം എന്ന് തോന്നിയത്. അല്ല, കോൺഗ്രസിനേക്കാൾ എത്ര സത്യസന്ധമായിട്ടാണ് ഇപ്പോൾ BJP-ക്കാർ ഈ കാര്യങ്ങളോട് സമയം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാരണം കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്ന ഈ ഭരണത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെ, അഴിമതികൾക്കെതിരെ, ദൂർത്തിനെതിരെ, കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് ഉയർത്തുന്നതിനേക്കാൾ ശക്തമായ മുദ്രാവാക്യം BJP ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇപ്പം BJP-ക്ക് ശരിക്കും കേരളത്തിലൊരു അടിത്തറ പാകുന്നതേ ഉള്ളൂ. ഇനിയും കുറേ വർഷങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം ഒരു ഭരണമൊക്കെ കയ്യിൽ വരണമെങ്കിൽ. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കുക? അല്ല, കേരളത്തിൽ ഇന്ന് ഒരിക്കലും താമര വിരിയരുതെന്ന് ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഇത്രയും കാലം. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ താമര വിരിയണം. കേരളത്തിൻ്റെ മുഖച്ഛായ മാറാൻ ഈ അഴിമതിയും ദൂർത്തും ഈ വികസനയില്ലായ്മയും ഒക്കെ തരണം ചെയ്യാൻ BJP താമര ചിഹ്നം വിരിയണം, BJP വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിപ്പോയി. അതുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതിനകത്ത് വന്നത്. ഇനിയിപ്പം ഇലക്ഷന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 23 ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒരു 23 ദിവസം കൊണ്ട് ഒരു പ്രചരണമൊക്കെ നടത്തി ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഇപ്പം കോൺഗ്രസ് ആയാലും BJP ആയാലും അല്ലെങ്കിൽ CPM ആയാലും ഏത് പാർട്ടിക്കായാലും നല്ലൊരു പ്രചരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമോ? അല്ല, തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന നേതാക്കന്മാർ, അത് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല. ഈ സ്വീകാര്യത അല്ലാത്തൊരു കൊണ്ടുചെല്ലുമ്പോഴാണ് ഈ ദിവസം തികയാതെ വരുന്നത്. അപ്പോൾ ശരിക്കും സ്വീകാര്യത ഉള്ളവർ എന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച മതി, കുഴപ്പമൊന്നുമില്ല.